സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹയാതി ഖൈറുൽ ലക്കും വമമാതി ഖൈറുൽ ലക്കും. എൻ്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറാണ്, എൻ്റെ വഫാത്തും നിങ്ങൾക്ക് ഖൈറാണ് സഹാബ. എൻ്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തിരു മുഹമ്മദ് മുസ്തഫ മൊഴിയുകയാണ്, എൻ്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ വഫാത്തും നിങ്ങൾക്ക് ഖൈറാണ്. സജ്ജനങ്ങളെ, അള്ളാഹുവിന്റെ തിരുദൂതരെ, അങ്ങയുടെ ജീവിതം ഞങ്ങൾക്ക് ഖൈറാണ്. അങ്ങ് വന്നത് കൊണ്ടല്ലയോ ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് മൂല്യമേറിയത്? അങ്ങല്ലയോ ജാഹിലിയ്യത്തിന്റെ ഇരുളിലേക്ക് പ്രകാശത്തിന്റെ പ്രോജ്വലമായ കിരണങ്ങളെ സമ്മാനിച്ചത്? അങ്ങല്ലേ മനുഷ്യ മൂല്യങ്ങളുടെ വിലയെ സമ്മാനിച്ചു കൊടുത്തത്? അങ്ങല്ലേ നിസ്സാര കാരണത്തിന് വേണ്ടി വർഷങ്ങളോളം സംഘർഷത്തിലേർപ്പെട്ടവർക്ക് മാനവ മൂല്യങ്ങളുടെ വഴികളെ തെളിയിച്ചു കൊടുത്തത്? അങ്ങല്ലേ കുഴിച്ചു മൂടപ്പെടുന്ന പെൺകുഞ്ഞുങ്ങൾക്ക് വിമോചനത്തിന്റെ പാതയൊരുക്കിയത്? അങ്ങല്ലയോ ജോലി ചെയ്ത് തളർന്നു പോയ തൊഴിലാളിയുടെ കൈയാണ് ഏറ്റവും ഉത്തമമായ കരങ്ങളെന്ന് പ്രഖ്യാപിച്ചത്? അങ്ങല്ലയോ നബിയെ, അവന് വിയർപ്പ് മാറുന്നതിന് മുമ്പേ വേതനം കൊടുത്തേക്കണേ എന്ന വ്യവസ്ഥിതിയിലേക്ക് ജനങ്ങളെ നയിച്ചത്? അങ്ങല്ലേ മാനവ മൂല്യങ്ങളെ കൈപിടിച്ചുയർത്തിയത്? അങ്ങയുടെ ആഗമനം ഞങ്ങൾക്ക് ഖൈറാണ് നബിയെ. എങ്ങനെയാണ് അങ്ങയുടെ വഫാത്ത് ഞങ്ങൾക്ക് ഖൈറാവുന്നത് റസൂലേ? സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെയാണ് എൻ്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറാവുന്നത്? ഞാൻ നിങ്ങൾക്ക് ഇസ്ലാമിന്റെ അധ്യാപനങ്ങളെ പഠിപ്പിച്ചു തന്നില്ലയോ? ഞാൻ നിങ്ങൾക്ക് ദീനിന്റെ ശർഈയായ നിയമങ്ങളെ പറഞ്ഞു തന്നില്ലയോ? ഞാൻ നിങ്ങൾക്ക് പരിശുദ്ധ ഇസ്ലാമിന്റെ തത്വജ്ഞാനങ്ങളെ പകർന്നു തന്നില്ലയോ? ഞാൻ നിങ്ങൾക്ക് അള്ളാഹുവിനെ പറഞ്ഞു തന്നില്ലയോ? അവന്റെ വിശ്വാസ സംഹിതകളെ പഠിപ്പിച്ചു തന്നില്ലയോ? അതുകൊണ്ട് എൻ്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ വഫാത്തും നിങ്ങൾക്ക് ഖൈറാണ്. കാരണം നിങ്ങൾ ചെയ്യുന്ന അമലുകൾ എന്നിലേക്ക് എത്തിക്കപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ചെയ്യുന്ന ഓരോ അമലുകളും എനിക്ക് എത്തിച്ചു നൽകാൻ അല്ലാഹു പ്രത്യേകം മലായികത്തുകളെ സജ്ജീകരിച്ചിട്ടുണ്ടെന്നും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ടാണ് എന്റെ വഫാത്തും നിങ്ങൾക്ക് ഖൈറാകുന്നതെന്നറിയുമോ? നിങ്ങളുടെ ഓരോ അമലുകളും അതെന്നിലേക്ക് എത്തിക്കപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ ചെയ്യുന്ന ഓരോ അമലുകളും അതെന്നിലേക്ക് എത്തിക്കപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അതിൽ നന്മ കാണുന്നുവെങ്കിൽ, നിങ്ങൾ നന്മയാണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ വിശുദ്ധമാക്കപ്പെട്ട കർമ്മങ്ങളെങ്കിൽ, ഞാൻ അല്ലാഹുവിനോട് അതിന്റെ പേരിൽ സ്തുതി പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ. നിങ്ങളുടെ ഖൈറായ കർമ്മത്തിന് ഞാൻ അല്ലാഹുവിനോട് സ്തുതി പറയുമെന്ന് കള്ളം പറയാത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ തെറ്റാണ് കാണുന്നതെങ്കിലോ, നിങ്ങൾ തിന്മയാണ് ചെയ്യുന്നതെങ്കിലോ, നിങ്ങൾ ഖൈറല്ലാത്ത കാര്യങ്ങളാണ് വർത്തിക്കുന്നതെങ്കിലോ, ഞാൻ അവർക്ക് വേണ്ടി അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യും, പാപമോചനം തേടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ നന്മയാണ് ചെയ്യുന്നതെങ്കിൽ ഹമിദുല്ലാഹി അലൈഹി അൽഹംദുലില്ലാഹ്. നിങ്ങൾ തെറ്റാണ് ചെയ്യുന്നതെങ്കിലോ ഇസ്തിഗ്ഫാറുല്ലാഹി ലക്കും, ഞാൻ അവർക്ക് വേണ്ടി പാപമോചനം തേടുമെന്ന് മനുഷ്യകുലത്തിന്റെ ആദരവായ മുഹമ്മദ് നബിയെ
ലോകത്തിന് മുഴുവൻ അനുഗ്രഹമായി വന്ന റസൂലേ, റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറായ പോലെ എൻ്റെ വഫാത്തും നിങ്ങൾക്ക് ഖൈറാണ്, എൻ്റെ വഫാത്തും നിങ്ങൾക്ക് ഖൈറാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ശഫാഅത്തിന് ഞങ്ങളെയും ഉൾപ്പെടുത്തണമേ റബ്ബേ. തിരുനബിയുടെ ശഫാഅത്ത് ലഭിക്കുന്ന സജ്ജനങ്ങളിൽ ഞങ്ങളെയും നീ ഏറ്റെടുക്കണമേ തമ്പുരാനെ, ഞങ്ങളെയും നീ ഉൾപ്പെടുത്തണമേ റഹ്മാനായ റബ്ബേ.